തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അങ്ങനെ ഇന്ന് നടക്കുകയാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിലാണ് ഇന്ന് വിധിയെഴുത്ത് നടക്കുക. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അതാണ് പോളിംഗിന്റെ സമയം. പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ സമഗ്ര കവറേജാണ്. എല്ലായിടത്തു നിന്നും റിപ്പോർട്ടർമാർ തയ്യാറാണ്. തൃശൂരിൽ നിന്ന് ലിഷോയുണ്ട്, പാലക്കാട്ട് VS ഗോകുലുണ്ട്, മലപ്പുറത്ത് നിന്ന് ഇംതിയാസ് കരീമുണ്ട്, ഒപ്പം കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് ഷഹീദും, കണ്ണൂരിൽ നിന്ന് ജിബിനുമാണ്. പിന്നെ തളാപ്പ് മിക്സഡ് സ്കൂളിൽ നിന്നാണ് ജിബിൻ വിവരങ്ങൾ പങ്കുവയ്ക്കുക. കാസർഗോട്ട് നിന്നാണെങ്കിൽ സാരംഗ് സുരേഷാണ്. ആദ്യം നമ്മൾ പോകുന്നത് ഈ രാഷ്ട്രീയ കേരളത്തിന്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള കണ്ണൂരിലേക്കാണ്. അവിടെ ജിബിൻ തളാപ്പ് മിക്സഡ് സ്കൂളിൽ നിന്ന് ചേരുകയാണ്. ജിബിൻ, ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. കാരണം ഇന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ രണ്ടാം ഘട്ടത്തിന് കൊടിയേറുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഏറ്റവും കൂടുതലായിട്ട് കണ്ണൂരിലാണ്. UDFന്റെ ഒരു ശക്തി കേന്ദ്ര, ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ് എന്ന് പറയുമ്പോൾ പോലും UDF ഭരിക്കുന്ന ഏക കോർപ്പറേഷൻ കൂടിയാണ് കണ്ണൂര്. അപ്പോൾ മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോഴാണ് തുടങ്ങുക? ഏതൊക്കെ തരത്തിൽ ഈ സജ്ജീകരണങ്ങൾ ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്? നിലവിലെ സാഹചര്യം എങ്ങനെയാണ് അവിടെ ജിബിൻ? ഉമൈബൻ പറഞ്ഞത് തന്നെയാണ് ശരി. കാരണം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് കണ്ണൂരിൽ നിന്ന് നടക്കുന്നത്. കാരണം 2305 ബൂത്തുകളിലായി 20 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ തളാപ്പ് മിക്സഡ് സ്കൂളിലാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ UDF എന്ന് ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ് കണ്ണൂർ നഗരസഭ എന്ന് പറയുന്നത്. ആ കണ്ണൂർ നഗരസഭയിൽ തന്നെ UDFന്റെ പ്രധാന ഒരു കോട്ടയാണ് ഈ തളാപ്പ് വാർഡ് എന്ന് പറയുന്നത്. കാരണം ഇത് ഒരു കാലഘട്ടത്തിൽ LDFന്റെ ശക്തി കേന്ദ്രമായിരുന്നു. അവിടെയാണ് UDF ഈ വാർഡ് പിടിച്ചെടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ സ്കൂളിന്റെ സാഹചര്യം, പണ്ട് ഈ സ്കൂൾ വളരെയധികം ശോചനീയ അവസ്ഥയിലായിരുന്നു. അവിടെയാണ് ഇപ്പോൾ കുട്ടികൾ ഈ മറ്റ് സർക്കാർ സ്കൂളുകളിൽ നിന്ന് പോലും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് പോലും ഇങ്ങോട്ടേക്ക് കുട്ടികളെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ വാർഡിലുള്ളത്. പക്ഷേ എങ്ങനെയാണെങ്കിൽ പോലും കണ്ണൂർ നഗരസഭയും ഈ കാണുന്ന തളാപ്പ് വാർഡ് പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് LDF ഇത്തവണ ഇറങ്ങുന്നത്. കാരണം അവർക്കതൊരു രാഷ്ട്രീയ പോരാട്ടം കൂടിയാണ്. കാരണം കണ്ണൂർ എന്ന് പറയുന്നത് CPMന്റെ ഒരു കോട്ടയാണ്. ആ CPM കോട്ടയുടെ ഹൃദയഭാഗത്തിരിക്കുന്ന ഈ സ്കൂൾ, അതായത് കണ്ണൂർ നഗരസഭയ്ക്കകത്തുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്ന തളാപ്പ് എന്ന് പറയുന്ന ഭാഗം ഇങ്ങനെ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് LDF മുന്നോട്ട് ഇറങ്ങുന്നത്. മാത്രമല്ല BJPയും ഇവിടെ ഒട്ടും പിന്നിലല്ല. BJPയും ഈ വാർഡിൽ ശക്തമായ അവരുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. BJPക്കും ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് ഈ തളാപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് ഈ ഒരു വാർഡിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകളുള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. മുഴുവനായി 2305 ബൂത്തുകളിൽ 1025 ബൂത്തുകൾ പ്രശ്നസാധ്യതയുള്ള ബൂത്തുകളാണ്. അതിൽ സിറ്റി പോലീസിന്റെ കീഴിൽ 602 ബൂത്തുകളും റൂറൽ പോലീസിന്റെ കീഴിൽ 423 ബൂത്തുകളുമാണ് ഇവിടെയുള്ളത്. ഇതിവിടെ എല്ലാം തന്നെ വെബ്കാസ്റ്റിംഗിന്റെ സംവിധാനങ്ങളും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ണൂരിൽ തളാപ്പ് സ്കൂളിൽ നിന്നുള്ള വിവരങ്ങളാണ് ജിബിൻ JB പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകൾ ഒരുപാട് ഉള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സുരക്ഷാ സന്നാഹങ്ങളൊക്കെ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ MS ലിഷോയിലേക്ക് കൂടി പോവുകയാണ്. ലിഷോ, തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു ഇടം കൂടിയാണ്. സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ അത് നിലനിർത്താൻ CPMഉം പിടിച്ചെടുക്കാൻ UDFഉം ഇതിനിടയിൽ കൂടി ഏതെങ്കിലും പഴുതുണ്ടെങ്കിൽ അതിലൂടെ ഒരു സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന BJPക്കാണെങ്കിൽ അവിടെ എനർജി കൂടുതലാണ്. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് ഈ മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞോ? അതുപോലെ തന്നെ നേരത്തെ തന്നെ വോട്ടർമാരൊക്കെ എത്താനുള്ള സാധ്യത കൂടിയുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ നിലവിലെ സ്ഥിതി, ലിഷോയ്? ഇടങ്ങളാണ് ഒരുപാട് സ്ഥലങ്ങളിൽ, ഏറ്റവും പ്രത്യേകിച്ചും കോർപ്പറേഷൻ പരിധിയിലാണ് ഏറ്റവും അധികം മത്സരം നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ, ഒരു സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ LDF ഭരിച്ചിരുന്നത്. അതിന് മുൻപായി തന്നെ മറ്റ് 5 വർഷവും LDF തന്നെയാണ് ഭരിച്ചിരുന്നത്. ഇവിടെ ആകെ ഉള്ള എല്ലാ നഗരസഭകളിലായി 7 നഗരസഭകളാണ്. അതിൽ 5 നഗരസഭകളിലും LDF തന്നെയാണ്. അതിനോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ LDFന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു ഇടങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത്തവണ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യത്തിലാണ് LDFഉം UDFഉം ഒക്കെ തന്നെ ഇപ്പോൾ ഈ BJPയും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ ജില്ലയിലെ പൊതുസ്ഥിതി നോക്കുകയാണെങ്കിൽ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 2204 വാർഡുകളുണ്ട്. 7208 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത്. അതുപോലെ തന്നെ 27 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഈ ജില്ലയിൽ കോർപ്പറേഷൻ പരിധിയിൽ മാത്രമല്ല, കൂടാതെ മറ്റ് ഈ
കൊടുങ്ങല്ലൂർ നഗരസഭ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു പോരാട്ടം നടക്കും എന്നുള്ള ഒരു പ്രതീതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് അത്രത്തോളം കടുത്ത പോരാട്ടങ്ങളൊക്കെ തന്നെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. മാത്രമല്ല തൃശ്ശൂർ കോർപ്പറേഷനിലെ കാര്യം നോക്കുകയാണെങ്കിൽ ആകെ 6 സീറ്റുകളാണ് BJPക്ക് നിലവിലുള്ളത്. അതിൽ ഇത്തവണ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനായി കഴിഞ്ഞത്. അതേസമയം തന്നെ മറ്റൊരു നിർണായക പോരാട്ടം നടക്കുന്ന ഒരു ഇടം കൂടിയാണ് അടാട്ട് എന്ന് പറയുന്നത്. അടാട്ട് ഈ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത് മുൻ MLA കൂടിയായ അനിൽ അക്കരെയാണ് ഇന്ന് മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടാട്ട് പഞ്ചായത്ത് നേരത്തെ LDFന്റെ പക്കലായിരുന്നു. അതായത് അതിന് മുൻപായി UDFന്റെ പക്കലായിരുന്നു. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് LDF പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അത് ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അനിൽ അക്കരയെ തന്നെ ഇവിടെ അടാട്ട് പഞ്ചായത്തിൽ ഒരു വാർഡിലേക്ക് തന്നെ മത്സര രംഗത്തേക്കായി ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന ഇടങ്ങൾ തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച്. മോക്ക് പോളിംഗ് ഇപ്പോൾ അല്പസമയം മുമ്പ് പൂർത്തിയായി. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പൊറനാട്ടുകരയിലാണ്. ഇവിടെ മോക്ക് പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു. തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലായി മോക്ക് പോളിംഗ് ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഓക്കെ ലിഷോ, എന്തായാലും ഈ 5 വർഷക്കാലത്തിനിടയിൽ സ്വതന്ത്രനെ മുൻനിർത്തി ഒരു തരി പോലും അതിലൊരു ഭരണത്തിൽ ഇളക്കം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ CPMന് കഴിഞ്ഞ ഇടമാണ് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ വികസനത്തിനൊപ്പം ഒരുപാട് അഴിമതി ഉൾപ്പെടെയുള്ളതും ചർച്ചയായ ഇടം കൂടിയാണ് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പൊക്കെ എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിക്കുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.